ഗുരുജനങ്ങളെ നല്ല നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള അലവ് എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന സായിബാബ മന്ദിരത്തിൻ്റെ മുന്നിലാണ്. നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ഐതിഹ്യങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടുത്തെ അധികാരികളിൽ നിന്ന്. എന്നാൽ നല്ല നമസ്കാരം. നമുക്ക് ബാക്കിയുള്ള വിശേഷ വിവരങ്ങൾ, ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് പോയിട്ട് കണ്ട് സംസാരിക്കാം. ഗുരുജനങ്ങളെ നല്ല നമസ്കാരം. ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ദ്വാപരയുഗത്തിന് ശേഷമാണത്രേ കലിയുഗം എന്ന കറുത്ത യുഗം ആരംഭിച്ചത്. സകല ദേവീദേവന്മാർക്കും ശക്തി കുറയും എന്നത്രേ കലിയുഗത്തിൽ. എന്നാൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ. അതിൽ പ്രകാരം ഓരോ യുഗങ്ങളിലും മണ്ണിലെ സമസ്ത ജീവചരാചരങ്ങളും രക്ഷാർത്ഥം ഓരോ അവതാരപ്രവികളും ഉണ്ടാകുകയും ചെയ്യും. അതാത് യുഗത്തിലെ ഈശ്വരൻ കാലകാലനായ മഹാദേവനും അമ്മ ആദിശക്തിയും സംഗമിച്ച് ഈ പ്രപഞ്ച നന്മക്കായി വരം നൽകിയ ഒരേ ഒരു മൂർത്തിയാണ് സാക്ഷാൽ ശ്രീ വിഷ്ണുമായ. ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്.
ചെയ്യുന്ന പുറത്ത് കണ്ട വള്ളമൊക്കെ കണ്ടില്ലേ, ഒരുപാട് വള്ളത്തിൽ കഴുകിയിട്ടാണ് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അത്രയും വൃത്തിയോട് കൂടിയാണ്. നിങ്ങൾ ഇതിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന മേൽനോട്ടം നിങ്ങളാണ് അല്ലേ? എന്താ പേര്? പ്രഭാകരൻ. എവിടെ സ്ഥലം? ചാൽ ബീച്ച്. അഴീക്കോട് പോകുന്നതായിരിക്കും അല്ലേ? ആ, പിന്നെ കൂടാളി അമ്മേൻ്റെ അങ്ങോട്ട് ഒരു മന്ദിരം ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ടല്ലേ വരിക? അത് കൂടാളി അമ്മേൻ്റെ അല്ല, അഴീക്കൽ മൂന്നേരത്തുനിന്ന് ചാൽ ബീച്ചല്ലേ? ചാൽ ബീച്ച് ബീച്ചിന് അങ്ങോട്ട് അല്ലേ? ഇവിടെ എത്ര കാലം നിങ്ങൾ ഇവിടെ തുടങ്ങിയവരെ ഉണ്ട് അല്ലേ? എത്ര പേർക്ക് ഭക്ഷണം വെക്കുന്നുണ്ട്? 1000 ഈ ഭഗവാന്റെ ഉത്സവ സമയത്തെല്ലാം പ്രതിഷ്ഠാ ദിനത്തിലെല്ലാം കൂടുതലുണ്ടാവില്ല അല്ലേ? അപ്പം വേറെ ഒന്നും വിശേഷ ഫുഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതെന്താ വിശേഷമുള്ള ഇന്ന് സാധാരണ എല്ലാ വ്യാഴ്ചയും ഉണ്ട്. ഓർഡിനറി അതെ, എല്ലാ വ്യാഴ്ചയും ഉണ്ടാവില്ല. എന്തെല്ലാം ഭക്ഷണം കൊടുക്കുന്നത്? എന്തെല്ലാം ആഹാരമാണ് കൊടുക്കുന്നത്? ചോറ്, സാമ്പാർ, പിന്നെ ഒരു തൊടുകറി, വറവ്, അച്ചാർ, പായസം, പപ്പടമൊന്നുമില്ല. പപ്പടമില്ല. ഇങ്ങനെയുള്ള സാധനം പപ്പടം ഉണ്ടാവും അല്ലേ? അതെല്ലാം കാണാനുണ്ട്. നല്ല വൃത്തിയിലെല്ലാം നിങ്ങൾ നോക്കി ചെയ്യുന്നുണ്ട്. അത് ഭാരതത്തിലുള്ള പിന്നെ സായി മന്ദിരങ്ങളിൽ എല്ലായിടത്തും പോകുന്നുണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല, ഇവിടുത്തെ ഭാവനാണ് ഷാർട്ട് ചെയ്യുന്നത്. ഷിർഡി വരെ പോകുന്നുണ്ട്. ഷിർഡി മാത്രമല്ല, ഭാരതത്തിലെ ബാബയുടെ മന്ദിരങ്ങളുണ്ട്, ഒരുപാട് മന്ദിരങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ബാബയായിട്ട് സേവനം നടത്തുന്നത് നമുക്ക് അറിയണമല്ലോ. അത് ജനങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരളം മുതൽ കൈലാസം വരെ നമ്മൾ ചെറുതും വലുതായിട്ടുള്ള എല്ലാ ക്ഷേത്ര ഐതിഹ്യങ്ങൾ പറഞ്ഞ ചാനലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബാബയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ബാബേനെ ചെറിയ കാലം മുതലേ അറിയാം, ഷിർഡിയിൽ വെച്ചിട്ട്. എന്നാൽ നമസ്തേ, കാണാം. നിങ്ങളല്ലേ ഇതിൻ്റെ അടുത്തുള്ളവരാ? എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് അയച്ചുതരാം കേട്ടണ. ശരി, നിങ്ങളെ പേരെന്താ? ഗീത. എന്ത് ചെയ്യുന്നു? ടൈലറാണ് അല്ലേ? ബാബയുടെ അടുത്ത് ഓടി വരും. നമസ്തേ. നിങ്ങളെ പേരെന്താ? എന്ത് ചെയ്യുന്നു? സ്റ്റാഫാണ്. എത്ര കാലമായി? തുടങ്ങിയ കാലം മുതലുണ്ടോ? സ്റ്റാഫായിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാം കാണാനായിട്ട് നല്ല വൃത്തിയിലെല്ലാം വെക്കുന്നുണ്ട്. ആർക്കൊന്നും കുറ്റമൊന്നും പറയാൻ നിങ്ങളാക്കി വെക്കുന്നില്ല. എന്താ അമ്മയുടെ പേരെന്താ? എന്താ പേര്? വസന്ത. എവിടെ വീട്? അപ്പുറം തന്നെ അല്ലേ? കുറേ കാലമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഭംഗിയായിട്ടെല്ലാം ചെയ്യും. ബാബ അപ്പുറം തന്നെ ഉണ്ടാവും.